Good morning, friends. Today we can discuss about the major tools which is used in fundamental analysis. We have already discussed what is fundamental analysis, and now we are going to discuss about the tools which will help us to come into a conclusion in fundamental analysis. So, fundamental analysis is the process of understanding a business at the basic or fundamental financial level. We all know that fundamental analysis and technical analysis are both two different ways of security analysis. So this fundamental analysis is mostly it is depending upon the intrinsic value, and this fundamental analysis is based on the basic financial details of a company. The process of fundamental analysis is done based on the facts and figures that we will get from the basic fundamental financial level of a business. So the type of analysis uses important ratios of a business to determine its financial health and gives an idea of the value of its stocks. So definitely before an investor going to invest, അപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിയിലെ എങ്ങനെയുണ്ട് ആ കമ്പനിയുടെ പെർഫോമൻസ്, ഷെയറിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വെർത്താണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ എന്താ ചെയ്യുന്നത്? ഫണ്ടമെൻ്റൽ അനാലിസിസ് യൂസ് ദ ഹെൽപ്പ് ഓഫ് ഡിഫറെൻറ്റ് റേഷ്യോസ് ദാറ്റ് വിൽ ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ദി വാല്യൂ ഓഫ് ഇറ്റ്സ് സ്റ്റോക്ക്. ആ റേഷ്യോസൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദി ഫണ്ടമെൻ്റൽ ഫിനാൻഷ്യൽ ഡാറ്റ ഓഫ് ദി ബിസിനസ്. സോ ദ ബേസ് ഫോർ എ കമ്പനി, the base for company analysis of publicly disclosed and audited financial statements of the company such as ഇതൊക്കെ. ഇപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഈ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള പബ്ലിക്ലി ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റഡ് ആയിട്ടുള്ള ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ബേസിക് ആയിട്ട് ഒരു കമ്പനിക്ക് ഒരു കമ്പനിയുടെ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഡാറ്റാസാണ് ഒരു ഫണ്ടമെൻ്റൽ അനലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അത്യാവശ്യം. ഇങ്ങനെയുള്ള പബ്ലിക്ലി ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ആ കമ്പനിയുടെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഫിനാൻഷ്യൽ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് വിത്ത് ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് റേഷ്യോസ് വി വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ അബൌട്ട് ദി വാല്യൂ ഓഫ് ഇറ്റ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് റേഷ്യോസ്, നമ്മളിനി കാണാൻ പോകുന്ന ഡിഫറെൻറ്റ് റേഷ്യോസാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ടൂൾസ്. ആ റേഷ്യോസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുക? ആൻഡ് ദ ഡാറ്റ ഈസ് അവൈലബിൾ ഫ്രം ദി പബ്ലിക്ലി ഡിസ്ക്ലോസ്ഡ് ആൻഡ് ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സെട്ര. സോ നൗ വി ക്യാൻ സീ സം ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, പ്രൊജക്റ്റഡ് ഏർണിംഗ് ഗ്രോത്ത്, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇതിലിപ്പം ഏർണിംഗ് പെർ, ഇഫ് യു ആർ കമ്പയറിംഗ് ദ ഷെയർസ് ഓഫ് എ കമ്പനി എ ആൻഡ് കമ്പനി ബി, ഏർണിംഗ് പെർ ഷെയർ നോക്കുമ്പോൾ കമ്പനി എ ആണ് ബെറ്റർ, കമ്പനി ബി അത്ര എന്തല്ല. ഉടനെ കൊണ്ടുപോയി കമ്പനി എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു ലിമിറ്റേഷൻ അത് തന്നെയാണ്. ഓൺലി കൺസിഡറിങ് വൺ റിസൾട്ട് വി കാൺ കം ഇൻ ടു എ കൺക്ലൂഷൻ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ദർ ആർ ഡിഫറെൻറ്റ് ടൂൾസ് ഇൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെൻ്റൽ അനാലിസിസിലെ ടൂൾസിൽ ഒട്ടുമിക്ക സാധനങ്ങളും തരുന്ന റിസൾട്ട് സിമിലർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താൻ പറ്റുള്ളൂ. ഈ ഒരു കമ്പനിയുടെ ഷെയറിനേക്കാളും ബെറ്റർ ഇതാണ്, അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഏർണിംഗ് പെർ ഷെയർ മാത്രം ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെന്ന് കരുതി ഒരു ഷെയർ വർത്ത് ഇൻവെസ്റ്റിംഗ് ആയിക്കോണമെന്നില്ല.
അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് ടു ബുക്ക് റേഷ്യോ അല്ലെങ്കിൽ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ബെറ്റർ ആണെന്ന് കരുതിയിട്ട് മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻവെസ്റ്റിങ് നന്നാവും എന്ന് നിർബന്ധമില്ല. So now we are going to discuss about the different ratios and tools which are used in fundamental analysis. ഈ റേഷ്യോകളുടെ എല്ലാം ആധാരം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെ ഇതിൽ നിന്നുമൊക്കെയാണ്. സോ വി ക്യാൻ സീ ഇറ്റ് വൺ ബൈ വൺ. ഓക്കെ, ഏർണിംഗ് പെർ ഷെയർ. സോ ദിസ് ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ EPS denotes the amount of earning for each outstanding shares. അതാണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഏർണിങ്സ് ഫോർ ഈച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. വി ക്യാൻ റൈറ്റ് ദി ഫോർമുല ആസ് EPS is equal to net earnings divided by outstanding shares. So you may have some of you may have some doubts about what is net earnings and outstanding shares. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ EPS എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഏർണിങ്സ് ഡിവൈഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. EPS നന്നായിട്ടുണ്ടെങ്കിൽ, ഹൈ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ആൻഡ് ഇഫ് EPS ഈസ് ലോ ആൻഡ് ഇറ്റ്സ് ബാഡ്. അപ്പോൾ എപ്പോഴും ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം EPS ഹൈ ആണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. സോ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്താണെന്ന് നോക്കാം. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ ഷെയർസ് വിച്ച് ഈസ് ട്രേഡഡ്. ഓൾ ഷെയർസ് ഓഫ് എ ഫേം വിച്ച് ഈസ് ഓതറൈസ്ഡ്, ഇഷ്യൂഡ് ആൻഡ് പർച്ചേസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഒരു കമ്പനിയുടെ ഷെയറുകളെല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ഷെയറുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള എല്ലാ ഷെയറുകളും ഔട്ട്സ്റ്റാൻഡിങ് ഷെയറാണ്. ദോസ് ഷെയർസ് ഓഫ് എ ഫേം വിച്ച് ഈസ് ഓതറൈസ്ഡ്, ഇഷ്യൂഡ് ആൻഡ് പർച്ചേസ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. സോ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് റെഫേഴ്സ് ടു എ കമ്പനി സ്റ്റോക്ക് കറൻ്റ്ലി ഹെൽഡ് ബൈ ഓൾ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലെ വിൽപ്പന നടന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയറുകളുടെ എണ്ണം മുഴുവൻ, അതെല്ലാം എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസാണ്. നെറ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി എമൗണ്ട് ഓഫ് സെയിൽസ് റവന്യൂ ലെഫ്റ്റ് ഓവർ ആഫ്റ്റർ ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് പ്രിഫേർഡ് സ്റ്റോക്ക് ഡിവിഡൻഡ് ഹാവ് ബീൻ ഡിഡക്റ്റഡ് ഫ്രം എ കമ്പനീസ് ടോട്ടൽ റവന്യൂ. നമ്മൾക്ക് സെയിൽസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് റവന്യൂ കിട്ടും അല്ലേ? ആ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് മുഴുവൻ നമ്മളുടെ ഏർണിംഗ് ആണോ? നോ. ആ ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസുകളെല്ലാം ഡിഡക്റ്റ് ചെയ്യണം. എക്സ്പെൻസസ് ലൈക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വിൽ ബി ദെയർ, ഇൻട്രസ്റ്റ് വിൽ ബി ദെയർ, ടാക്സസ് വിൽ ബി ദെയർ, ഡിവിഡൻഡ് ഷുഡ് ബി പെയ്ഡ്. അങ്ങനെയുള്ള സകല എക്സ്പെൻസുകളും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റവന്യൂവിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസ് കുറച്ചാൽ കിട്ടുന്ന സാധനമാണ് നെറ്റ് ഏർണിങ്സ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് EPS കാണാൻ വേണ്ട നെറ്റ് ഏർണിങ്സ് എന്താണെന്ന് മനസ്സിലായി, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നെറ്റ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ വി വിൽ ഗെറ്റ് EPS. അപ്പോൾ EPS നല്ലതാണെങ്കിൽ, ഹൈ ആണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ആൻഡ് if EPS ഈസ് ലോ ഇറ്റ്സ് ബാഡ്. നെക്സ്റ്റ് ഈസ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ എന്ന് പറയും. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ റിലേറ്റ്സ് ടു എ കമ്പനീസ് ഷെയർ പ്രൈസ് ടു ഇറ്റ്സ് EPS. EPS നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസും അതിൻ്റെ EPSും തമ്മിലുള്ളൊരു റേഷ്യോയാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. എ ഹൈ PE റേഷ്യോ കുഡ് മീൻ ദാറ്റ് എ കമ്പനി സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ്, or else that the investors are expecting high growth rates in the future. If the PE ratio is high, that means the share is overvalued and we should not buy it. Better option is to sell it, and vice versa. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ ദി ഷെയർ പ്രൈസ് ആൻഡ് ഏർണിംഗ് പെർ ഷെയർ, EPS എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കി. ഷെയർ പ്രൈസും EPSും തമ്മിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റൂള് അല്ലെങ്കിൽ സാധാരണഗതിയിൽ നോർമലി തിയററ്റിക്കലി പറയാറുള്ള റൂൾ ഇതാണ്. PE റേഷ്യോ ഏതെങ്കിലും ഒരു ഫേമിൻ്റെ കൂടുതലാണെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ PE റേഷ്യോ കൂടുതലാണെങ്കിൽ, PE റേഷ്യോ ഈസ് ഹൈ, ദാറ്റ് മീൻസ് ദ ഷെയർസ് ആർ ഓവർ വാല്യൂഡ് ആണ്. ഓവർ വാല്യൂഡ് ആയിരിക്കുന്ന ഒരു ഷെയറിന് എപ്പോഴും ടെൻഡൻസി എന്താണ്? അതിൻ്റെ ഇൻട്രിൻസിക് ട്രൂ വാല്യൂവിലേക്ക് എത്താനായിരിക്കും. അപ്പോൾ വില കുറയാനാണ് സാധ്യത. ആ സമയത്ത് പോയി ബൈ ചെയ്യരുത്. അപ്പോൾ അതിനെ സെല്ല് ചെയ്യുന്നതാണ് നല്ലത്. PE റേഷ്യോ ലോ ആണെങ്കിലോ? PE റേഷ്യോ ലോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി അണ്ടർ വാല്യൂഡ്.
അപ്പോൾ അണ്ടർ വാല്യൂഡ് ആയിട്ടിരിക്കുന്ന ഷെയറിന് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിലേക്ക് എത്താനായിരിക്കും ശ്രമം. അപ്പോൾ കൂടാനാണ് സാധ്യത. കൂടാൻ സാധ്യതയുള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ബൈ ഇറ്റ്. അപ്പോൾ നമ്മൾ വാങ്ങണം. അണ്ടർ വാല്യൂഡ് ആണെങ്കിൽ വാങ്ങണം, എന്നിട്ട് കൂടുമ്പോൾ വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ടു ഡിറ്റർമൈൻ ദ PE വാല്യൂ ഓൺലി വൺ സിംപ്ലി മസ്റ്റ് ഡിവൈഡ് ദി കറൻറ്റ് സ്റ്റോക്ക് പ്രൈസ് ബൈ ദി ഏർണിംഗ് പെർ ഷെയർ. വളരെ എളുപ്പമാണ്. PE റേഷ്യോ ഈസ് ഈക്വൽ ടു സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഡിവൈഡഡ് ബൈ EPS. അത് ചെയ്താൽ നമുക്ക് PE റേഷ്യോ കിട്ടും. ഈ സ്റ്റോക്ക് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ EPSും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഒരു റിലേഷൻഷിപ്പാണ് PE റേഷ്യോ. അതിൻ്റെ റൂളും ഇതാണ്. അടുത്തത് PEG റേഷ്യോ. PEG റേഷ്യോയുടെ ഫോർമുല അത് നോക്കാം. PE റേഷ്യോ ഡിവൈഡ് ബൈ പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഇൻ ഏണിങ്സ്. PE റേഷ്യോ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടു അല്ലേ? PE റേഷ്യോ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. സോ PEG റേഷ്യോ ഈസ് ഈക്വൽ ടു PE റേഷ്യോ ഡിവൈഡ് ബൈ പ്രൊജക്റ്റഡ് ഗ്രോത്ത് ഇൻ ഏണിങ്സ്. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് മനസ്സിലാക്കാം PEG റേഷ്യോയുടെ ഒരു കീ കമ്പോണൻ്റ് എന്ന് പറയുന്നത് PE റേഷ്യോ ആണ്. PE റേഷ്യോ ഇസ് ദ കീ കമ്പോണൻ്റ് ഓഫ് ദി PEG റേഷ്യോ. ലൈക്ക് PE റേഷ്യോ പോലെ തന്നെയാണ് PEG റേഷ്യോ ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ സ്റ്റോക്സ് വാല്യൂ ബൈ കൺസിഡറിങ് ദ കമ്പനീസ് ഗ്രോത്ത് ഇൻ ഏണിങ്സ്. ഇപ്പോൾ നോർമലി പറയാറുള്ളൊരു തമ്പ് റൂൾ, ഒരു ജനറൽ റൂൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെൻ ദ ഗ്രോത്ത് റേറ്റ് ഈസ് റഫ്ലി ഈക്വൽ ടു ദി PE റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഈസ് റഫ്ലി ഈക്വൽ ടു PE റേഷ്യോ, ദെൻ ദ PEG റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1. നോർമലി അങ്ങനെ ആയിരിക്കുമല്ലോ. ഗ്രോത്ത് റേറ്റ് ഡിനോമിനേറ്ററിലാണ് വരുന്നത്, PE റേഷ്യോ ന്യൂമറേറ്ററിലാണ്. ഇഫ് ദ ഗ്രോത്ത് റേറ്റ് ഈസ് റഫ്ലി ഈക്വൽ ടു PE റേഷ്യോ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ 1 ഡിവൈഡ് ബൈ 1 വിൽ ഗെറ്റ് 1. സോ വെൻ ദ ഗ്രോത്ത് റേറ്റ് ഈസ് റഫ്ലി ഈക്വൽ ടു PE റേഷ്യോ, ദെൻ PEG റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ വെൻ PEG ഈസ് ലെസ് ദാൻ 1, PEG ഈസ് ലെസ് ദാൻ 1, ദാറ്റ് മീൻസ് അണ്ടർ വാല്യൂഡ് ഷെയർ ആണ്. ഇഫ് PEG ഈസ് ഗ്രേറ്റർ ദാൻ 1, then it's ഓവർ വാല്യൂഡ് ഷെയർ. ഈ ഒരു സംഗതി ഓർത്ത് വെക്കുക. ഓക്കെ, PEG 1-നേക്കാളും കുറവാണെങ്കിൽ അണ്ടർ വാല്യൂഡ് ഷെയറുകളാണത്. PEG ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഓവർ വാല്യൂഡ് ഷെയറുകളാണ്. ദ PE റേഷ്യോ ഈസ് ഹൈ, we may have a conclusion that it is overvalued, but the PEG ratio will give a complete picture in this regard. അപ്പോൾ നമുക്ക് PE റേഷ്യോ കണ്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് PEG റേഷ്യോ ആണ്, കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് ആണ് പറയുന്നത്. ഓക്കെ, ദ PEG റേഷ്യോ ഈസ് കൺസിഡേർഡ് ടു ബി എൻ ഇൻഡിക്കേറ്റർ ഓഫ് സ്റ്റോക്സ് ട്രൂ വാല്യൂ and similar to PE ratio, a lower PEG may indicate that the stock is undervalued. നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈ PE ആണെങ്കിൽ ഓവർ വാല്യൂഡ് ആണ്, ലോ PE ആണെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണ്. അതേപോലെ തന്നെയാണ് എ ലോവർ PEG അണ്ടർ വാല്യൂഡ് ആണ്, ഹയർ PEG ഓവർ വാല്യൂഡ് ആണ്. അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ആണ്. പ്രൈസ് ടു സെയിൽസ് റേഷ്യോ എന്താണെന്ന് നോക്കാം. Price to sales ratio is a valuation ratio that compares a company's stock price to its revenues. Okay, its company's stock price to its revenues. A low ratio could imply the stock is undervalued, while a ratio that is higher than average could indicate that the stock overvalued. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രൈസ് ടു സെയിൽസ് റേഷ്യോ PS റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും റവന്യൂവും തമ്മിലുള്ള റേഷ്യോ ആണ്. ലോ റേഷ്യോ ആണെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആണ്, ഹൈ റേഷ്യോ ആണെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണ്. അതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. കണ്ടോ, കമ്പനി സ്റ്റോക്ക് പ്രൈസ് ടു റവന്യൂ ആണ്. സോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഡിവൈഡ് ബൈ സെയിൽസ് പെർ ഷെയർ ആണ് ഫോർമുല. ദിസ് പ്രൈസ് ടു സെയിൽസ് റേഷ്യോ ഈസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ ഡിവൈഡ് ബൈ സെയിൽസ് പെർ ഷെയർ. അപ്പോൾ ഈ സെയിൽസ് പെർ ഷെയർ എന്താണെന്ന് നമുക്ക് നോക്കാം. ടു കാൽക്കുലേറ്റ് ദ സെയിൽസ് പെർ ഷെയർ, ഡിവൈഡ് ദ ടോട്ടൽ റവന്യൂ ബൈ ദി ആവറേജ് ടോട്ടൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ, ടോട്ടൽ സെയിൽസ് റവന്യൂ ഉണ്ടാവുമല്ലോ. ഈ ടോട്ടൽ സെയിൽസ് റവന്യൂവിൽ നിന്നും നമ്മളുടെ ടോട്ടൽ എക്സ്പെൻസുകൾ ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് ഏർണിങ്സ് കിട്ടുന്നത്. അപ്പോൾ ആ ടോട്ടൽ റവന്യൂ, നമുക്ക് റവന്യൂവിൽ നിന്നും ആ സെയിൽസ് വഴിയെ ടോട്ടൽ സെയിൽസ് റവന്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസ്, അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. അപ്പോൾ അത് തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽസ് പെർ ഷെയർ കിട്ടും. പിന്നെ മാർക്കറ്റ് വാല്യൂ ഷെയർ ഡയറക്റ്റ്ലി ഗിവൺ.
So sales per share provides a quick glance in identifying in a company's productivity per share outstanding. The higher the sales per ratio, better company is typically performing. അപ്പോൾ സെയിൽസ് പെർ റേഷ്യോ കൂടുതലുണ്ടെങ്കിൽ, ഈ സെയിൽസ് പെർ റേഷ്യോ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? കമ്പനി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കമ്പനി ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പ്രൈസ് ടു ബുക്ക് റേഷ്യോ. ഇറ്റ്സ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കമ്പനീസ് സ്റ്റോക്ക് പ്രൈസ് പെർ ഷെയർ ബൈ ഇറ്റ്സ് ബുക്ക് വാല്യൂ പെർ ഷെയർ. ആൻഡ് അസറ്റ്സ് ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു ഇസ് ക്യാരിയിങ് വാല്യൂ ഓൺ ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂ എന്താണോ അതാണ് ഈ ബുക്ക് വാല്യൂ, ബുക്ക് കാണിച്ചിട്ടുള്ള വാല്യൂ അത് തന്നെയാണ് ബുക്ക് വാല്യൂ. സോ എ ലോവർ പ്രൈസ് ടു ബുക്ക് റേഷ്യോ കുഡ് മീൻ ദ സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ്. ആ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ റേഷ്യോ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ലോവർ പി ബി റേഷ്യോ ആണെങ്കിൽ അത് അണ്ടർ വാല്യൂഡ് ആണ്, ഹയർ പി ബി റേഷ്യോ ആണെങ്കിൽ അത് ഓവർ വാല്യൂഡ് ആണ്. അത്രയും കാര്യം ഓർത്ത് വെക്കുക. പി ബി റേഷ്യോ എന്താണ്? മാർക്കറ്റ് പ്രൈസ് ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. ഒരു മാർക്കറ്റ് പ്രൈസ് ഷെയർ ഉണ്ടാവും, ബുക്ക് വാല്യൂ പെർ ഷെയർ ഉണ്ടാവും. ചിലപ്പോൾ ബുക്ക് വാല്യൂവിനേക്കാളും കൂടുതൽ പൈസയൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്യപ്പെടുക, ചിലപ്പോൾ ബുക്ക് വാല്യൂവിനേക്കാളും കുറവിലായിരിക്കും അത് ട്രേഡ് ചെയ്യപ്പെടുക. ഈ ബുക്ക് വാല്യൂ പെർ ഷെയർ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്: ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി. ഈ ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, വി വിൽ ഗെറ്റ് ബുക്ക് വാല്യൂ. നമുക്ക് ബുക്ക് വാല്യൂ പെർ ഷെയർ. അപ്പോൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണ്. ബുക്ക് വാല്യൂ പെർ ഷെയർ കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ ഒബ്റ്റെയിൻഡ് ബൈ സിംപ്ലി ലുക്കിംഗ് അറ്റ് ദി ഷെയർ പ്രൈസ് കോട്ടഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ പി ബി റേഷ്യോ കാണാൻ ഇത് മാത്രം മതി. അപ്പോൾ ഈ ഇൻഫോർമേഷനൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് കിട്ടുക അല്ലേ, ടോട്ടൽ അസറ്റ്സ് ടോട്ടൽ ലയബിലിറ്റി ഒക്കെ. അപ്പോൾ നമുക്ക് പ്രൈസ് ടു ബുക്ക് റേഷ്യോ മനസ്സിലായി. അടുത്തത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. This we have already discussed in the financial management. The dividend payout ratio is the proportion of the earnings paid out as dividend to shareholders, typically expressed as percentage. So earnings ഉണ്ടാവും, റൈറ്റ്? ഏർണിങ്സ് എന്ന് പറയുന്നത് നമുക്ക് either we can pay it as dividend to the shareholders or we can retain it as retained earnings for reinvestment. So some companies pay out all their earnings to shareholders. അതാണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. While some only pay out a portion of their earnings. If a company pays out some of its earning as dividend, the remaining portion is retained by the business. To measure the level of earnings retained, the retention ratio is calculated. അപ്പോൾ നമ്മളുടെ കയ്യിൽ കുറേ ഏർണിങ്സ് ഉണ്ട്. ആ ഏർണിങ്സിൽ എത്രയാണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്, അതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. എത്രയാണ് നമ്മൾ റീറ്റെയിൻ ചെയ്ത് റീഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് റീറ്റൻഷൻ റേഷ്യോ. So dividend payout ratio can be calculated as the yearly dividend per share divided by the earnings per share, or equivalently the dividend divided by net income. അപ്പോൾ ഈ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയുടെ ഫോർമുല രണ്ട് രീതിയിൽ നമുക്ക് വളരെ എളുപ്പം കാണാം. ഒന്നെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS, ഏർണിംഗ് പെർ ഷെയർ, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ, അല്ലെങ്കിൽ ഡിവിഡൻഡ് ടോട്ടൽ ഡിവിഡൻഡ് പെയ്ഡ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻകം. ഈ രണ്ട് രീതിക്ക് നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാണാം. ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ, അല്ലെങ്കിൽ ടോട്ടൽ ഡിവിഡൻഡ് പെയ്ഡ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻകം, നെറ്റ് ഏർണിങ്സ്. ഓക്കെ, അതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അടുത്ത ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞൊരു ടൂളാണ് പറയുന്നത്. ദ ഡിവിഡൻഡ് ഈൽഡ് ഡിസ്പ്ലേഡ് ആസ് എ പെർസെൻറ്റേജ് is the amount of money a company pays shareholders for owning the share of its stock divided by its current stock price. Normally mature companies are the most likely to pay dividends. Dividend yieldന്റെ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കുക: ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പെർ ഷെയർ. ഇവിടെ എന്തായിരുന്നു? DPR എന്തായിരുന്നു? ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ ആയിരുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഡിവിഡൻഡ് ഈൽഡിൻ്റെ ഫോർമുല ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ അല്ല, സ്റ്റോക്ക് പ്രൈസ് പെർ ഷെയർ ആണ് ഡിവിഡൻഡ് ഈൽഡിൻ്റെ ഫോർമുല. റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി മെഷേഴ്സ് ഹൗ ഇഫക്റ്റീവ്ലി മാനേജ്മെൻറ്റ് ഈസ് യൂസിങ് എ കമ്പനീസ് അസറ്റ്സ് ടു ക്രിയേറ്റ് പ്രോഫിറ്റ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് വളരെ വലിയൊരു ഫാക്ടറാണ്. കാരണം എവരി മാനേജ്മെൻറ്റ് വിൽ ക്രിയേറ്റ് പ്രോഫിറ്റ്, റൈറ്റ്? ബട്ട് ആ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു എന്താ പറയുക നമ്പറിലല്ല ഈ റിട്ടേൺ ഓൺ ഇക്വിറ്റി സ്പെസിഫൈ ചെയ്യുന്നത്. ഹൗ ഇഫക്റ്റീവ്ലി ദേ ആർ യൂസിങ്. ഇപ്പോൾ കുറേ അസറ്റ് ഉണ്ടെങ്കിൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാവും, ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ, റൈറ്റ്?
how effectively they are utilizing their limited assets to create profit, or how effectively the management is using companies given assets to create profit. അതാണ് ROE നോക്കുന്നത്. Whether an ROE is considered satisfactory will depend on the what is normal for the industry or company peers. അപ്പോൾ ROE എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഹോൾഡേഴ്സ് ഇക്വിറ്റി. നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, ഇതാണ് ROEയുടെ ഫോർമുല. അപ്പോൾ ഒരു ROE ഇപ്പം ഇത്ര ഇതിന് മുകളിലാണെങ്കിൽ അങ്ങനെ, ഇതിന് താഴെയാണെങ്കിൽ ഇങ്ങനെ എന്നുള്ളതല്ല. നമ്മളെപ്പോഴും നമ്മുടെ ഒരു കോമ്പറ്റീറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ROE സെറ്റ് ചെയ്യുക. A good rule of thumb is to target ROE that is equal to or just above the average of the peer group. For example, assume a company Techco has maintained a steady ROE of 18% over the last few years compared to the average of its peers, which is 15%. അപ്പോൾ നമ്മളെപ്പോഴും ROE സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു കോമ്പറ്റീറ്റർ ഇപ്പോൾ ഒരു 15% ആണ് ROE എങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു ROE ടാർഗറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. അതിനനുസരിച്ച് പെർഫോമൻസ് കൂട്ടുക, നെറ്റ് ഇൻകം കൂട്ടുക, ആവറേജ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി കൂട്ടുക, അല്ലെങ്കിൽ അത് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ROE എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഹൗ ഇഫക്റ്റീവ്ലി എ കമ്പനി ഈസ് യൂട്ടിലൈസിങ് ദി given assets to create profit എന്നുള്ളതാണ് ROE നോക്കുക. സോ വെൻ എ ഇൻവെസ്റ്റർ ഈസ് കമ്പയറിങ് ടു കമ്പനീസ്, the company which is having higher percentage of ROE will be good efficiently utilizing its resources എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ കമ്പനി എ, കമ്പനി ബി ഉണ്ടാവും. കമ്പനി ബിക്ക് പ്രോഫിറ്റിൻ്റെ നമ്പർ കൂടുതലുണ്ടാവും, ചിലപ്പോൾ പ്രോഫിറ്റ് കൂടുതലായിരിക്കും അവർ, പക്ഷേ അതിന് എന്താ പറയുക, ROE കൂടുതൽ കമ്പനി എക്ക് ആയിരിക്കാം. കാരണം വിത്തിൻ ദ ലിമിറ്റഡ് ഫിനാൻഷ്യൽ അസറ്റ്സ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ബെറ്റർ പ്രോഫിറ്റ് ദാൻ പ്രൊജക്റ്റ് ബി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ an investor could definitely conclude that Techco's management is above average at using the company's assets to create profit. 15%-നേക്കാളും കൂടുതൽ 18%. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളുടെ ROE സെറ്റ് ചെയ്യാൻ. സോ ഓൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇങ്ങനെ ഈ ടൂൾസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചെയ്യുക, നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് വഴിയായിട്ട് നമുക്കൊരു പിക്ചർ കിട്ടും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെർത്താണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇതിന് വേണ്ട ബേസിക് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? പബ്ലിക്കലി ഡിസ്ക്ലോസ്ഡും ഓഡിറ്റഡുമായിട്ടുള്ള, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ബേസിക് ഫിനാൻഷ്യൽ ഡാറ്റാസ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇവയിൽ നിന്നുമാണ് നമുക്ക് ഈ ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.